മുത്തശ്ശ, ഇന്ന് എന്റെ വക ചെലവാ. ഇത്രയും കാലം നിന്നെ കൊണ്ട് ബാക്കിയുള്ളവർക്കായിരുന്നു ചെലവ്. മുത്തശ്ശ, ഇന്നൊരു അത്ഭുതം സംഭവിച്ചു. അതിന്റെ ചെലവാ. ദാ ലഡ്ഡു. എന്താ അത്ഭുതമാ? നീ ഇന്ന് പരീക്ഷയ്ക്ക് അറിയാതെങ്ങാനും പാസ്സായോ? അതൊന്നല്ല. അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കേണ്ട കാര്യല്ലേ. ഇന്ന് എനിക്ക് ഫാൻസി ഡ്രസ്സിന് 1ാം സ്ഥാനം കിട്ടി. ഇത് അതിന്റെ ചെലവാ. ഫ്രാൻസിസിന് 1ാം സ്ഥാനം കിട്ടിയതിന് നീ എന്തിനാ ചെലവ് ചെയ്യുന്നത്? അയ്യോ മുത്തശ്ശ, ഫ്രാൻസിസിനല്ല, ഫാൻസി ഡ്രസ്സിന് 1ാം സ്ഥാനം കിട്ടിയെന്നാ പറഞ്ഞത്. ആണോ? എന്തായിരുന്നു നിന്റെ വേഷം? കുട്ടിച്ചാത്തൻ. മോന്റെ സ്വഭാവമല്ല, വേഷമാ മുത്തച്ഛൻ ചോദിച്ചത്. മുത്തശ്ശ ആക്കല്ലേ. മുത്തശ്ശൻ എന്നെ ഒന്ന് കാണേണ്ടതായിരുന്നു ആ വേഷത്തിൽ. സത്യം പറഞ്ഞ കണ്ണാടി നോക്കിയപ്പോ എനിക്ക് തന്നെ എന്നെ മനസ്സിലായില്ല. വേറെ എന്തെല്ലാം ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു? പിന്നെ ലോങ് ജമ്പ് ആയിരുന്നു. അതിൽ നമ്മുടെ ഡുണ്ടുമോൾക്ക് സ്വർണം കഷ്ടമായി പോയി. അതിന് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും യാതൊരു ശ്രദ്ധയും ഇല്ല. ചാടാൻ പോകുമ്പോഴെങ്കിലും ഈ സ്വർണ്ണമൊക്കെ ഒന്ന് ഊരി മാറ്റി വെച്ചൂടെ? ഈ മുത്തശ്ശന്റെ ഒരു കാര്യം. മുത്തശ്ശ, ലോങ് ജമ്പിൽ ഡുണ്ടുമോൾക്ക് സ്വർണ്ണ മെഡൽ നഷ്ടമായി എന്നാ പറഞ്ഞത്. സ്വർണ്ണ മെഡലായാലും സ്വർണ്ണമാലയായാലും നഷ്ടമായത് നഷ്ടമായില്ലേ? ഇതെന്റെ മുത്തശ്ശൻ തന്നെ. രണ്ടുപേരും കൂടി ലഡു തിന്നിട്ട് ഇവിടെ മൊത്തം ഉറുമ്പായി. ഇനി ഇത് ഞാൻ തന്നെ വൃത്തിയാക്കണം. നീ വെറുതെ ദേഷ്യപ്പെടണ്ട. ആ ഉറുമ്പിനെ പോക്കുന്ന പൊടിയില്ലേ, അത് ഇട്ടാ മതി. ദാ ടിൻഡു, നീ പോയി ആ ഉറുമ്പിന്റെ പൗഡർ വാങ്ങിച്ചോണ്ട് വാ. ഉറുമ്പിന് ആ പൗഡർ ഇട്ട് കൊടുത്താ മതി. എന്റെ മുത്തശ്ശ, അതൊക്കെ പിന്നെ ഒരു ബാധ്യതയാകും. ഇന്ന് ഈ ഉറുമ്പിന് പൗഡർ ഇട്ട് കൊടുത്താ നാളെ ഇവറ്റകൾക്ക് ലിപ്സ്റ്റിക് വേണമെന്ന് പറയും. ഞാൻ ഇന്നേ വരെ എന്റെ ഡുണ്ടുമോൾക്ക് വരെ പൗഡർ ഇട്ട് കൊടുത്തിട്ടില്ല. ഞാനാ ഇപ്പൊ ഉറുമ്പിന്.